ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വരുന്നൊരു വാർത്ത. മലപ്പുറത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ച വാഹനം ഇടിച്ച് അപകടമുണ്ടായിരിക്കുന്നു. പാണ്ടിക്കാടി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ CPO വി രജീഷ് ഓടിച്ച വാഹനം 3 വാഹനങ്ങളിലാണ് ഇടിച്ചത്. ഉദ്യോഗസ്ഥൻ മദ്യലഹരിയിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. രജീഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അഷ്കറിലേക്ക് വരുമ്പോഴുണ്ട്. അഷ്കർ, എന്താ സംഭവിച്ചത്? 1 അല്ല 3 വണ്ടിയിലാണല്ലോ ഇടിച്ചിരിക്കുന്നത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നോ? നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അരുൺ, ഇയാൾ മദ്യലഹരിയിലാണ് എന്ന് തന്നെയാണ് നാട്ടുകാർ തർപ്പിച്ച് പറയുന്നത്. പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചും ഇയാൾ മദ്യപിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയൂ. ഇന്ന് രാത്രി 8 മണിയോടെയാണ് ഇയാൾ ഇത്തരത്തിൽ അപകടമുണ്ടാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒലിപ്പുഴ വെച്ച് ഒരു ഇരുചക്ര വാഹനത്തിന് ഇടിക്കുന്നു. പക്ഷെ അവിടെ ഈ വാഹനം നിർത്താതെ വരുന്നു. പിന്നീട് കിഴക്കേ പാണ്ടിക്കാട് നിന്നും തുവൂർ ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് വീണ്ടും അപകടമുണ്ടാകുന്നത്. ആ ഘട്ടത്തിൽ ഒരു ഇരുചക്ര വാഹനത്തെയും അതുപോലെ തന്നെ ഒരു കാറിലും കൂടി വലിയ തോതിൽ അതിലുള്ള ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ ഒരാൾ മഞ്ചേരി ആശുപത്രിയിലേക്കും ഒരാളെ പെരിന്തൽമണ്ണയിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ കൊണ്ടുപോയ ആൾക്ക് പരിക്കൽപ്പം ഗുരുതരമാണെന്നാണ് ഇപ്പോൾ നാട്ടുകാർ തന്നെ പറയുന്നത്. ഇതിനുശേഷം ഏകദേശം 1.5 മണിക്കൂറോളം ഈ റോഡ് പൂർണ്ണമായും ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിലെത്തി പോലീസുകാർ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ പിന്നീട് മണിക്കൂറുകളോളം കഴിഞ്ഞാണ് പോലീസ് എത്തിയത്. അത്രയും സമയം റോഡ് ബ്ലോക്കായി എന്നാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. ഇയാൾ പൂർണ്ണമായും മദ്യലഹരിയിലായിരുന്നു. ഇയാളുടെ തിരിച്ചറിയൽ രേഖകളും പോലീസ് രേഖകളും അടക്കമുള്ളവ നാട്ടുകാർ അവിടെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് നാട്ടുകാർ വലിയ തോതിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചത്. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, കൃത്യനിർവഹണം നടത്തേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുകയും വാഹനത്തിലിടിച്ച് നിർത്താതെ പോവുകയും പിന്നീട് കൂടുതൽ അപകടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ തന്നെ ഉന്നയിക്കുന്ന ആരോപണം. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ച് ഈ CPO പോലീസ് കസ്റ്റഡിയിലാണ്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമേ മദ്യലഹരിയിലായിരുന്നോ അല്ലയോ എന്ന് പറയാൻ കഴിയൂ.